കണ്ണൂരിൽ 9 ദിവസം നിരാഹാര സമരത്തിലായിരുന്നു. ഞങ്ങൾ ഗാന്ധിയൻ സമരമാർഗം മാത്രമല്ല ഞങ്ങൾക്ക് വശമുള്ളത്. ഇത് ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല, ഉള്ളിലേക്ക് കയറാൻ തീരുമാനിച്ചിട്ടില്ല. ഞങ്ങൾ ഉള്ളിലേക്ക് കയറാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഇവിടെയുള്ള പോലീസുകാർക്ക് അറിയാം, ഇവിടെയുള്ള പോലീസുകാർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് ഞങ്ങൾ ആ സമരത്തിലേക്ക് ഞങ്ങൾ പ്രിയപ്പെട്ട സഹോദരൻ ഞങ്ങൾ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച. അതുകൊണ്ട് നിങ്ങളുടെ രാത്രിയോ നിങ്ങൾ ഇനി എത്ര കാലം ജയിലിട്ടാലോ ഞങ്ങൾ പേടിക്കാൻ പോകുന്നില്ല. നിഷ്പക്ഷ അന്വേഷണം നടക്കാം, യഥാർത്ഥ പ്രതികളെ കണ്ടെത്തണം. പ്രിയപ്പെട്ട ഷുഹൈബ് ഒരു നാടിന്റെ ആശ്രയമായിരുന്നു, തന്റെ മാതാവിനും പിതാവിനും 3 സഹോദരിമാർക്കും ആശ്രയമായിരുന്നു. അതുകൊണ്ട് ആ ഘാതകരെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഞങ്ങൾക്ക് കടലിന്റെ കഷ്ടമായ ഷുഹൈബിന്റെ ഘാതകരെ കണ്ടെത്തുന്നതിന് അതിശക്തമായ പോരാട്ടം ഇവിടെ ഞങ്ങൾ നടത്തി മുന്നോട്ട് പോകും. ഇത് ഞങ്ങൾ സൂചന സമരം മാത്രമാണ്. ഞങ്ങൾ അതിശക്തമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമെന്നുള്ള കാര്യം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുക്കുന്നവരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമരത്തെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പ്രിയപ്പെട്ട സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി കുര്യാക്കോസ് അവരുടെ ക്ഷണിച്ച മുത്തത്തെ ജയ് ബഹുമാനായ ഈ സമരത്തിന് നേതൃത്വം നൽകുന്ന മലപ്പുറം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ റിയാസ് കോളി, ഈ സമരപഥത്തിൽ അണിചേർന്നിരിക്കുന്ന സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഇവിടെ ഈ കളക്ടറേറ്റ് മാർച്ചിന്റെ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിച്ചു. നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ ഷുഹൈബ് മരണപ്പെട്ടിട്ട് 18 ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. ഇവിടെ 5-6 പ്രതികളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് സമരമെല്ലാം അവസാനിപ്പിച്ച് ഞങ്ങളുമായി സഹകരിക്കണം എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത്. നമ്മൾ സമരം അവസാനിപ്പിക്കുന്നില്ല, നമ്മുടെ സമരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ കാര്യത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായ നിലപാട്. ഒന്ന്, ഷുഹൈബിന്റെ ഘാതകർ എന്ന് പറയുന്നത് ഈ പറയുന്ന 6 വാടക കൊലയാളികളല്ല. ആകാശ് തില്ലങ്കരിയും രതിൻ രാജും ഉൾക്കൊള്ളുന്ന CPM-ന്റെ കണ്ണൂരിലെ നേതൃത്വത്തിന്റെ അച്ചാരം വാങ്ങി ഈ പണിയെടുത്ത ആളുകളല്ല യഥാർത്ഥ കൊലയാളികൾ. യഥാർത്ഥ കൊലയാളികൾ എന്ന് പറയുന്നത് ഷുഹൈബിന്റെ മരണ വാറന്റിൽ ഒപ്പുവെച്ചവരാണ്. അപ്പോൾ ഷുഹൈബിന്റെ മരണ വാറന്റിൽ ഒപ്പുവെച്ച CPM-ന്റെ ഉന്നത നേതൃത്വം ശ്രീ പി ജയരാജൻ ഉൾപ്പെടെയുള്ള ആളുകൾ, ഞാൻ പേര് പറയുന്നത് വെറുതെയല്ല, ഒരു സീരിയൽ കില്ലറെ പോലെ റിപ്പർ ജയരാജൻ എന്നാണ് വിളിക്കണം. CPM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയെ റിപ്പർ ജയരാജൻ എന്ന് വിളിച്ചാൽ ഒട്ടും അതിശയോക്തിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവരെ ഷുഹൈബ് മരണപ്പെടുന്നതിന് മുമ്പ് എത്ര രാഷ്ട്രീയ പ്രതിയോഗികളെ അരിഞ്ഞു തള്ളിയ ചരിത്രമാണ് ഈ ജയരാജൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കുള്ളത്. ഷുക്കൂർ എന്ന് പറയുന്ന 18 വയസ്സ് പ്രായം മാത്രമുള്ള ഒരു ചെറുപ്പക്കാരനെ താലിബാൻ മോഡലിൽ വിചാരണ ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജൻ. കതിരൂർ മനോജ് കേസിൽ പ്രതി കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജൻ എന്ന് തുടങ്ങി കണ്ണൂരിന്റെ മണ്ണിൽ ആരെല്ലാം ഏതെല്ലാം രീതിയിൽ പി ജയരാജന് കണ്ണിൽ കരടായോ അവരെല്ലാം ഉന്മൂലനം ചെയ്ത ചരിത്രമാണ് ഈ റിപ്പർ ജയരാജനുള്ളത്. എങ്കിൽ ഷുഹൈബിനെ സംബന്ധിച്ച് ഷുഹൈബ് മരണപ്പെട്ടതിന് ശേഷം ഏത് വിധത്തിലാണ് ജയരാജൻ ഫേസ്ബുക്കിൽ കുറിച്ചത്? ഈ ഷുഹൈബിനെ സംബന്ധിച്ച് ഇവിടെ വിശദീകരിച്ച് ഞാൻ അതുകൊണ്ട് അതിലേക്ക് കിടക്കുന്നില്ല. ഞങ്ങൾ അഭിമാനിക്കുന്നു ഓരോ യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകരും. കാരണം ഞങ്ങൾക്ക് മാതൃകയാണ് ഷുഹൈബ്. ഈ നാട്ടിൽ ഏതെങ്കിലും ഒരാൾ പൊതുപ്രവർത്തനവുമായി രംഗത്തുണ്ടെങ്കിൽ അവർക്കെല്ലാം ഒരുപാട് ആവേശം ജനിപ്പിച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ട ഷുഹൈബ് നമ്മെ വിട്ടു പിരിഞ്ഞിരിക്കുന്നത്. ഒരു മാതൃകാ പൊതുപ്രവർത്തകൻ എങ്ങനെയായിരിക്കണം എന്നതിന്റെ ഉത്തമ ഉദാഹരണമായി പ്രവർത്തിച്ച ഷുഹൈബിനെ സംബന്ധിച്ച് ജയരാജൻ ഏത് വിധത്തിലാണ് വികലമായ രീതിയിൽ മരണത്തിന് ശേഷം ചിത്രീകരിച്ചത്. അപ്പോ അതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വ്യക്തമാണ്. ജയരാജനെ ഷുഹൈബ് എത്രമാത്രം വിരോധിയായിരുന്നു. ഷുഹൈബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വളർന്നു വന്നാൽ ആ നാട്ടിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് എത്രമാത്രം പ്രയാസകരമായി മാറുമെന്നത് മരണത്തിന് ശേഷം കൊലവിളി നടത്തിയ ആളുകൾക്ക് മംഗളപത്രം കൽപ്പിച്ചുകൊണ്ട് അവർക്ക് എല്ലാ വിധത്തിലുമുള്ള അനുഗ്രഹ ആശിസുകൾ ചുരിഞ്ഞുകൊണ്ട് നിങ്ങളെ സംരക്ഷിക്കാൻ ഞാനുണ്ട് എന്ന് പ്രതിധ്വനി ജനിപ്പിക്കുന്ന രീതിയിൽ ജയരാജൻ കുറിച്ച ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തന്നെ വ്യക്തമാണ്. പി ജയരാജന്
ഷുഹൈബ് എത്രമാത്രം വിരോധിയായിരുന്നു എന്ന് തെളിയിക്കാൻ അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ വിശ്വസിക്കുന്നു ഇത് ആകാശ് തില്ലങ്കലിയോ രജിൻ രാജോ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കേസല്ല, മറിച്ച് കൊല്ലിച്ചവരെയും അറസ്റ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഷുഹൈബിന്റെ ഘാതകരെല്ലാം അഴിക്കുള്ളിലായി എന്ന് പറയാൻ കഴിയുള്ളൂ. അല്ലാതെ ഏതാനും കുറെ ആളുകളെ പണം പറ്റി ഷുഹൈബിനെ ഇരുട്ടിന്റെ മറവിൽ ഇല്ലാതാക്കിയവരെ മാത്രം അറസ്റ്റ് ചെയ്ത് അവിടെ വെച്ച് കേസ് അവസാനിപ്പിക്കാം എന്ന് പിണറായി വിജയൻ കരുതിയാൽ പിണറായി വിജയൻ തെറ്റിയിരിക്കുന്നു എന്ന് ഉറക്കെ വിളിച്ചു പറയുന്ന ഇവിടെ ആകാശ് രാജ് ആരോടൊപ്പമാണ് നിന്ന് സെൽഫി എടുത്തത്? ഇവിടെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു പാവപ്പെട്ട CPIM-ന്റെ പ്രവർത്തകൻ പോലും സെൽഫി എടുക്കാൻ ശ്രമിച്ചാൽ അവരെയെല്ലാം തട്ടിയകറ്റുന്ന മുഖ്യമന്ത്രിയായിട്ടാണല്ലോ പിണറായി വിജയനെ നമ്മൾ കണ്ടത്. എന്നിട്ട് എന്റെ പിണറായി വിജയനോടൊപ്പം ആകാശ് രാജ് ചിരിച്ചു കളിക്കുന്ന സെൽഫി എടുക്കുന്ന ചിത്രം നമ്മൾ കാണേണ്ടി വന്നു. അവിടെ കേരള ഹൈക്കോടതിയിൽ ബഹുമാനപ്പെട്ട വക്കീൽ അസഫ് അലി വാദിച്ചതുപോലെ മുഖ്യമന്ത്രിയാണ് ഈ കേസിൽ എന്ന് ഇപ്പോൾ ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ ആകാശ് തില്ലങ്കലിയും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് എന്ന് ആരെങ്കിലും ആക്ഷേപിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. മുഖ്യമന്ത്രി ഈ കൊലപാതക കേസിലെ പ്രതികൾക്ക് അപ്രോച്ചബിൾ ആണ്, സമീപസ്ഥനാണ് എന്നതാണ് ആ സെൽഫി ചിത്രത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോ ഭരണ നേതൃത്വത്തിന്റെ ഉത്തുംഗ ശൃംഗത്തിൽ വിരാജിക്കുന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെ കണ്ണൂരിലെ മുഴുവൻ നേതൃത്വം ഉൾപ്പെടെ ഈ കേസിൽ പരോക്ഷമായി പ്രതിസ്ഥാനത്താണ് എന്ന് ഞങ്ങൾ ഉറക്കെ വിളിച്ചു പറയുക. ഇവിടെ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഞങ്ങൾ പോലീസിനെ അടച്ചാക്ഷേപിക്കുന്നില്ല. മുടക്കോഴി മലയിൽ പോയി കൊടിസുനിയെ അറസ്റ്റ് ചെയ്ത പോലീസിനെ ഞങ്ങൾക്കറിയാം. ഇവിടെ എണ്ണമറ്റ കേസുകളിൽ അവിടെ തെളിവുകൾ ഉണ്ടാക്കിയ പോലീസ് സേനയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അഭിമാനമാണുള്ളത്. പക്ഷേ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ഈ കേസ് നിങ്ങൾ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് എവിടെ വരെ പോകാൻ കഴിയുമെന്ന് നിങ്ങളുടെ തന്നെ സഹപ്രവർത്തകന്മാർ ഞങ്ങളോട് പറയുന്നുണ്ട്. കണ്ണൂരിലെ SP അദ്ദേഹം കൃത്യമായി പറഞ്ഞല്ലോ, ചെയ്യാൻ വേണ്ടി എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയപ്പോ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ചതിയന്മാർ അവിടെ ഈ പ്രതികൾക്ക് സഹായം ചെയ്തു കൊടുത്തു. അവിടെ മുളക്കോഴി മലയിൽ ആകാശ് രാജ് ഒളിച്ചിരിപ്പുണ്ട് എന്നുള്ള ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ SP സംഘം പുറപ്പെട്ടപ്പോ അതിനു മുമ്പേ അവിടെ അറിയിപ്പെത്തി ആകാശ് രാജ് അവിടെ നിന്നും രക്ഷപ്പെട്ടു പോയിരിക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ കണ്ണൂർ SP ലീവിൽ പോയത് ഞങ്ങളുടെ ശ്രദ്ധയിലുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളോട് ഞങ്ങൾക്ക് വിരോധമില്ല, പക്ഷേ നിങ്ങളുടെ കൈകൾ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ അന്വേഷിച്ചാൽ ഈ കേസ് തെളിയിക്കപ്പെടില്ല, ഷുഹൈബിന് നീതി ലഭിക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, ഇത് അവസാനത്തേതാകണമെങ്കിൽ, ഷുഹൈബിന്റെ വധം കേരളത്തിലെ അവസാനത്തെ രാഷ്ട്രീയ കൊലപാതകമാകണമെങ്കിൽ ഷുഹൈബിന്റെ സഹോദരി സുമയ്യ പറഞ്ഞതുപോലെ എന്റെ സഹോദരൻ എന്തിന്റെ പേരിൽ മരണപ്പെട്ടു എന്ന് ഇപ്പോഴും എനിക്കറിയില്ല. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നു, കേരളത്തിൽ ഒരു സഹോദരിക്കും ഇനി ഇതുപോലെ ഒരു വേദന ഉണ്ടാകാതിരിക്കട്ടെ, ഒരു കുടുംബത്തിനും ഇതുപോലെ ഒരു വേദന ഉണ്ടാകാതിരിക്കട്ടെ. അങ്ങനെ വരുമ്പോ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, നിങ്ങളുടെ കീഴിൽ ഈ കേസ് അന്വേഷിച്ചാൽ അതങ്ങനെയാകില്ല എന്നുള്ളത് സത്യമാണ് എന്ന് സഹോദരി സുമയ്യ പറഞ്ഞതുപോലെ കേരള പോലീസ് അന്വേഷിച്ചാൽ ഈ കേസ് തെളിയിക്കപ്പെടില്ല എന്ന് മാത്രമല്ല, അക്രമ രാഷ്ട്രീയം അവസാനിക്കുകയുമില്ല. അതിന്റെ തെളിവാണല്ലോ മണ്ണാർക്കാട് നമ്മുടെ മറ്റൊരു സഹപ്രവർത്തകൻ മരണപ്പെട്ടത്. ഇവിടെ കേരളത്തിലെമ്പാടും ഇപ്പോഴും CPIM-ന്റെയും DYFI-യുടെയും SFI-യുടെയും നേതൃത്വത്തിൽ അതികിരാതമായ അക്രമ സംഭവങ്ങൾ തുടർക്കഥയായി മാറിക്കൊണ്ടിരിക്കുന്നത്. അക്രമ രാഷ്ട്രീയത്തിന് അവധി കൊടുക്കാൻ CPIM തയ്യാറല്ല എന്നുള്ളതാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ കേരള പോലീസ് അല്ല അന്വേഷിക്കേണ്ടത്, സ്വതന്ത്ര ഏജൻസികൾ, CBI ഉൾപ്പെടെയുള്ള ഏജൻസികൾ ഈ കാര്യത്തിൽ ഈ കേസിൽ അന്വേഷിച്ചാൽ കൃത്യമായി ഗൂഢാലോചകർ ഇവിടെ ഈ കൊലപാതകത്തിൽ ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുന്നു, ഷുഹൈബിന്റെ മരണ വാറന്റിൽ ഒപ്പുവെച്ച P. ജയരാജൻ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതിസ്ഥാനത്ത് വരുന്നതുവരെ പ്രിയപ്പെട്ടവരെ നമുക്ക് യാതൊരു തരത്തിലുള്ള പിന്മാറ്റമില്ല. CBI അന്വേഷണം ഈ കാര്യത്തിൽ ഉണ്ടാകണമെന്ന് നമ്മൾ പറയുന്നത് ആ ഒരു നിലയിലാണ്. അതുകൊണ്ട് നമ്മുടെ സമരം തുടരുകയാണ്. തീർച്ചയായും ഈ ധാർമ്മിക പോരാട്ടം മാർക്സിസ്റ്റ് പാർട്ടി ആ കൊലക്കത്തി താഴെ വെക്കുന്നത് വരെയാണ്. കേരളത്തിന്റെ മണ്ണിൽ ഇനി ഒരിക്കലും ഒരു രാഷ്ട്രീയ കൊലപാതകം ഒരു കുടുംബവും അനാഥമാക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകാൻ പാടില്ല. ഇവിടെ CPI-യുടെ സംസ്ഥാന സമ്മേളനം നടന്നുകൊണ്ടിരിക്കുക. ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, CPM-ന്റെ സംസ്ഥാന സമ്മേളനം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു. VS അച്യുതാനന്ദന് നമ്മൾ ഒരു കത്ത് കൊടുത്തിരുന്നു. നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചയിൽ അധികകാലം നിരാഹാര സമരത്തിലായിരുന്നു. നിരാഹാര പന്തലിൽ നിന്നും നമ്മൾ VS അച്യുതാനന്ദന് കത്തയച്ചു. കാരണം എന്താ,
നിങ്ങളുടെ പാർട്ടിയിൽ തന്നെ ഒരു തിരുത്തുണ്ടാവണം. ഇടതുപക്ഷ നേതൃത്വമാണ് തിരുത്തേണ്ടത്. കാരണം നേതൃത്വം അറിഞ്ഞാണ് ഈ കൊലപാതകങ്ങളെല്ലാം നടക്കുന്നത് എങ്കിൽ അത് തിരുത്താൻ പാർട്ടിയിൽ നിന്ന് തന്നെ ഒരു തിരുത്തലുണ്ടാകണം. അതിനു വേണ്ടിയിട്ടുള്ള ശേഷി നിങ്ങൾക്കുണ്ടോ എന്ന് ഞങ്ങൾ പരിശോധിക്കുകയാണ്. ദൗർഭാഗ്യവശാൽ ഒരിടത്തും നമ്മൾ കാണുന്നില്ല. അച്യുതാനന്ദനെ പോലും വകവരുത്താൻ പല വേളകളിൽ CPIM-ന്റെ കണ്ണൂർ ലോബി പരിശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഉദാഹരണങ്ങൾ സഹിതം നമുക്ക് കാണാൻ കഴിയുന്നത്. എന്ന് വെച്ചാൽ ആരെല്ലാം സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും സ്വന്തം സഹപ്രവർത്തകരായിക്കൊള്ളട്ടെ ആരുമായിക്കൊള്ളട്ടെ CPM-ന്റെ കണ്ണൂർ ലോബിക്കെതിരായി ശബ്ദമുയർത്തിയാൽ അവരെയെല്ലാം വകവരുത്തിയ ചരിത്രമാണ് ഈ നിലകളിൽ നമ്മൾ കണ്ടിട്ടുള്ളത് എങ്കിൽ ആ പാർട്ടിയിൽ സ്ഥിതി സംഹാരം എന്ന് പറഞ്ഞതുപോലെ ജയരാജന്മാർ വിരാജിക്കുന്ന കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ ഒരു തിരുത്തലുണ്ടാകുന്നില്ല. CPI-യോട് ഞങ്ങൾ പറയുന്നു, നിങ്ങളുടെ നിലപാടുകളിൽ ലേശം നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ട് എങ്കിൽ നിങ്ങൾ ഇപ്പോൾ വച്ചു പുലർത്തുന്ന ഈ സമീപനം അത് എത്രമാത്രം മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് ഞങ്ങൾ പരിശോധിക്കുകയാണ്. ഈ അക്രമ രാഷ്ട്രീയത്തിന് അവധി കൊടുക്കാതെ കേരളത്തിന്റെ മണ്ണിൽ CPIM കൊലക്കത്തി താഴെ വെക്കാതെ ഈ ഗവൺമെന്റുമായി സഹകരിക്കില്ല എന്ന് പ്രഖ്യാപിക്കാനുള്ള നല്ലേടം എന്ന് ഈ കേരളത്തിന്റെ പൊതുമനസാക്ഷിയുടെ ശബ്ദമായി ഞങ്ങൾ ഈ സമരത്തിൽ ആ വിഷയം കൂടി അവതരിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് അത് ഏറ്റെടുക്കാൻ കഴിവുണ്ടെങ്കിൽ, ഒരു തിരുത്തൽ ശക്തിയായി മാറാൻ കഴിവുണ്ടെങ്കിൽ തീർച്ചയായും പ്രിയപ്പെട്ടവരെ ഞങ്ങൾ അത് അംഗീകരിക്കുമെന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ സുഹൈബിന്റെ ജീവൻ നഷ്ടപ്പെട്ട് 18 ദിവസം കഴിഞ്ഞിട്ടും നീതി ലഭിക്കാതെ കേരളത്തിലെ ചെറുപ്പക്കാർ സമരരംഗത്ത് വീണ്ടും മുൻപോട്ട് പോവുകയാണ്. നമുക്ക് വിശ്രമമില്ല. നമ്മുടെ ഒരു സഹപ്രവർത്തകനെ, മാതൃകാ പൊതുപ്രവർത്തകനെ അവസാനിപ്പിച്ചവർക്ക് കണക്ക് ചോദിക്കുന്നവരെ, അവർ പൊതുസമൂഹത്തിന് മുൻപിൽ കണക്ക് പറയുന്നതുവരെ ഈ സമരം നമ്മൾ മുൻപോട്ട് കൊണ്ടുപോകുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് CBI അന്വേഷണം വരെ നമ്മൾ മുൻപോട്ട് പോകുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ സമരം അല്പസമയം കൊണ്ട് അവസാനിപ്പിക്കും.